ഇനിയേ പരിപ്പ് കറി എന്ന് കേൾക്കുമ്പോൾ തന്നെ പേടിക്കണ്ട. ഗ്യാസിന്റെ പ്രശ്നമോ ദഹനക്കേടോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവാതെ നമുക്ക് ഈ ഒരു പരുവത്തിൽ വളരെ ടേസ്റ്റി ആയിട്ട് ഹെൽത്തി ആയിട്ട് ഒരു പരിപ്പ് കറി ഉണ്ടാക്കാം. അതിനായിട്ട് നമ്മളിവിടെ ഇന്ന് എടുത്തിരിക്കുന്നത് ഇത്തിരി വലിയ പരിപ്പാണ്. സാധാ പരിപ്പ് എടുത്താലും ഒക്കെ മതിയാവും കേട്ടോ. എൻ്റെ കയ്യിൽ ഇരുന്നതായിരുന്നേ. കുതിർത്ത് എടുത്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ അതിനെ നമ്മളൊരു കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് വെന്തിട്ടണം, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ പരിപ്പ് വേവാൻ ആവശ്യത്തിനുള്ള കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് നമുക്കൊരു 4-5 വിസിലങ്ങ് അടുപ്പിക്കാം. അതവിടെ ഇരിക്കട്ടെ. ഇനി ഒരു കടായി അടുപ്പത്തോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ തേങ്ങ ചിരകിയത്, ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി, പിന്നെ നമ്മൾ കുറച്ച് 1/2 ടീസ്പൂൺ ചെറിയ ജീരകം അതാ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. 1 ടീസ്പൂൺ കൊത്തമല്ലിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു കുറച്ച് കുരുമുളക്, അത് നല്ലതാ കുരുമുളകൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. വറ്റൽമുളക്, എരിവിനനുസരിച്ചുള്ള വറ്റൽമുളക് ചേർത്ത് കൊടുത്തോളൂ കേട്ടോ. കുറച്ച് കറിവേപ്പില, ഇതെല്ലാം കൂടെ നമുക്കൊന്ന് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ തേങ്ങ ഇട്ട് കൊടുക്കുന്നതിന് മുന്നേ തന്നെ കടായിലേക്ക് വേണം എന്നുണ്ടെങ്കിൽ കുറച്ച് എണ്ണ ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. കുറച്ചുകൂടെ ടേസ്റ്റ് കൂടത്തേ ഉള്ളൂ. ഞാനിവിടെ അവസാനം മാത്രം ഇത്തിരി എണ്ണ ഉപയോഗിച്ചിട്ടേ ഉള്ളൂ, അതുകൊണ്ടാണ് ഇപ്പോൾ ചേർത്ത് കൊടുക്കാത്തത്. അപ്പോൾ തേങ്ങയുടെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഒരു കുറച്ച് മഞ്ഞൾപ്പൊടി, അതായത് ഒരു 1/2 ടീസ്പൂൺ കഷ്ടിയേ ഉള്ളൂ കേട്ടോ. മഞ്ഞൾപ്പൊടിയും കുറച്ച് കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ടേ. കാശ്മീരി മുളക് പൊടി നിർബന്ധമൊന്നുമില്ല. ഇവിടെ കുട്ടികൾ കളറുള്ള ഫുഡ് മാത്രമേ കഴിക്കത്തുള്ളൂ, അതുകൊണ്ട് ഒരു ഇത്തിരി ചേർത്ത് കൊടുത്തെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതൊന്ന് റെഡിയായി വരട്ടെ, ഒന്ന് തണുത്ത് വരട്ടെ. അപ്പോൾ ഇനി നമ്മൾ വേവാനായിട്ട് വെച്ചിരിക്കുന്ന പരിപ്പ് തുറന്ന് നോക്കിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ പരിപ്പൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇത് കണ്ടോ, വെന്തുടഞ്ഞ് നല്ല രീതിയിലൊന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമ്മളൊരു ചട്ടി അടുപ്പത്തോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ വെന്ത പരിപ്പെല്ലാം കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ പരിപ്പ് ഞാൻ നന്നായിട്ടൊന്ന് ഉടച്ച് കൊടുക്കുന്നുണ്ടേ. ഇനി പെറുക്കി മാറ്റി വെച്ച് കളയണ്ടല്ലോ കുട്ടികളൊക്കെ, അവർക്ക് എന്തിനാ പെട്ടെന്നൊരു പണി കൊടുക്കുന്നതെന്ന് ഓർത്തിട്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു പരുവത്തിൽ ഉടച്ചൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു മാങ്ങ അരിഞ്ഞതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പച്ചമാങ്ങയാണ്, പഴുത്ത മാങ്ങയല്ല. ഇരുന്ന് ആ ഒരു പരുവത്തിലായതാണ് കേട്ടോ. അപ്പോൾ അത്യാവശ്യം പുളിയൊക്കെ ഉള്ളതാണ്, ഒത്തിരി പുളിയില്ലെങ്കിലുമേ. അപ്പോൾ ഇത് രണ്ടും കൂടെ നമുക്കൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് വെന്തെടുക്കാം. അത് ഈ മാങ്ങ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് വെന്ത് കിട്ടും. വേണമെന്നുണ്ടെങ്കിൽ സ്വല്പം വെള്ളം ചേർത്ത് കൊടുക്കാം, ഇല്ലെങ്കിൽ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇപ്പം നമുക്ക് പരിപ്പ് കറിയിലേക്ക് ഒത്തിരി വെള്ളം ചേർത്ത് കൊടുക്കേണ്ട കാര്യമില്ല, പിന്നീട് ചേർത്ത് കൊടുക്കാം. അതുകൊണ്ട് തന്നെ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തോളൂ, അടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ തേങ്ങയൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. തേങ്ങയൊക്കെ നമ്മുടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. തണുത്തതിന് ശേഷം മാത്രമേ ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് അരച്ചെടുക്കാം. ഇനി തേങ്ങ തനിയെ അരച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ആവാം, കുഴപ്പമില്ല. ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. എങ്കിൽ നമുക്കിത് നന്നായിട്ട് അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ വെള്ളം അത് നോക്കി മാത്രം ഒഴിച്ച് അരച്ചെടുക്കാവുന്നതാണ്. ഇതുപോലെ നന്നായിട്ടൊന്ന് പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ കറിയൊക്കെ ഒന്ന് തിളച്ച് വന്നപ്പോഴത്തേക്കും നമ്മൾ ആ തേങ്ങയുടെ അരപ്പെല്ലാം കൂടെ പരിപ്പ് കറിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കിയും കൂടെ കൊടുത്ത് മിക്സിയുടെ ജാറ് കഴുകി, അതായത് അത് ചേർത്തിട്ടുണ്ട്. കൂടാതെ നമ്മുടെ കറിക്ക് എത്രത്തോളം ചാറ് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പരിപ്പായതുകൊണ്ട് തന്നെ തണുത്തതിന് ശേഷം നന്നായിട്ട് കുറുകി വരും. അപ്പോൾ ഇപ്പോൾ ചാറ് ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് നമുക്ക് കിട്ടും. ചാറിന് ആവശ്യമുള്ള വെള്ളം കൂടെ ചേർത്ത് വിടുകയാണെന്നുണ്ടെങ്കിൽ കേട്ടോ. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം മീഡിയം ഫ്ലെയിമിൽ തന്നെ. അപ്പോൾ കറി ഏകദേശം ഒന്ന് തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ ഇളക്കി തന്നെ കൊടുത്തുകൊണ്ടിരിക്കണം. ഈ കുറുകിയിരിക്കുന്ന കാരണം എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടിയിൽ പിടിക്കാനൊക്കെ സാധ്യതയുണ്ട്, പരിപ്പ് കറി ആയതുകൊണ്ട് കേട്ടോ. നമ്മൾ വെളുത്തുള്ളിയും അതുപോലെ ഇഞ്ചിയൊക്കെ ചേർത്ത് കൊടുത്തത് കൊണ്ട് തന്നെ നല്ലൊരു ടേസ്റ്റും ഉണ്ട്. അതുമല്ല പരിപ്പിൻ്റെ ഒരു കുത്തല് ചൊവയോ കാര്യങ്ങളോ ഒന്നും വരത്തില്ല, തേങ്ങയൊക്കെ നമ്മളൊന്ന് വറുത്തും കൂടെ ഇട്ട കാരണം കേട്ടോ. അപ്പോൾ ചിലർക്ക് ഇതിൻ്റെ ഒരു കുത്തല് ചൊവയൊന്നും ഇഷ്ടമല്ല, അതുകൊണ്ടാണ് പറഞ്ഞത് കേട്ടോ. ഇങ്ങനെ കറിയൊക്കെ ഒന്ന് തിളച്ച് വന്നതിന് ശേഷം നമുക്കെന്തിരി കടുക് താളിച്ചിടണ്ടേ. അങ്ങനെ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതിലേക്ക് കടുകൊക്കെ കിടുകിടോന്ന് പൊട്ടുന്നുണ്ട്. എല്ലാം ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് കൊച്ചുള്ളി, ഇത്ര കൂടുതൽ ഇരുന്നോട്ടെ, കൊച്ചുള്ളിയൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉള്ളി നല്ല രീതിയിലൊന്ന് മൂത്ത് വരണം, എന്നാലാണ് അതിൻ്റെ ഒരു കറിക്ക് ടേസ്റ്റ് കിട്ടുക. അതോടൊപ്പം തന്നെ കുറച്ച് വറ്റൽമുളകും പിന്നെ നമ്മൾ കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ, അപ്പോഴും നല്ലൊരു മണമൊക്കെ വരും. ഇനി നമ്മുടെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ചട്ടിയുടെ ഒന്ന് കഴുകിയും കൂടെ അതിൻ്റെ അകത്ത് ബാക്കിയുണ്ടല്ലോ, അതും കൂടെ അതിൻ്റെ അകത്തോട്ട് തന്നെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. കറിയുടെ ഇച്ചിരി ഒഴിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ ഇനി നമുക്ക് കറിയെല്ലാം കൂടെ ഒന്ന് മിക്സാക്കിയും കൂടെ കൊടുക്കാം. നല്ലൊരു മണമാണ് വരുന്നത്. വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ പറഞ്ഞ പോലെ മറക്കാം.